ഡെവലപ്മെന്റിലൂടെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വിജയം കൈവരിക്കാം എന്നുള്ളതാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നത് ഡോക്ടർ ടി.പി. ശശികുമാറാണ്. അദ്ദേഹം സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ സീനിയർ സയന്റിസ്റ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ പയ്യന്നൂർ ശ്രീനാരായണ ഗുരു കോളേജിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറും. He was also the Deputy Director at Directorate General of Security Cabinet Secretary in New Delhi, Director of UGC Academic Staff College at Calicut University. ഇദ്ദേഹം ഇപ്പം ഒരു ഓർഗനൈസേഷന്റെ ശിക്ഷയുടെ ഫൗണ്ടർ കൂടിയാണ്. He is a life coach, he is an educationist and so on. ഇത് തീർച്ചയായിട്ടും if you have anything related in your life related to your personality or stress or life management, if you want to know anything regarding that, do call us at 05296113333. നിങ്ങൾക്ക് മെയിൽ അയച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാം. nvidiyorum@ntvuae.com is the email ID. ഡോക്ടർ നമസ്കാരം. വിവരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ, ഇപ്പം പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇന്ന് നമ്മളിവിടെ ഒരു വിഷയമാക്കി എടുത്തിരിക്കുന്നത്. എന്താണ് പേഴ്സണാലിറ്റി എന്നൊന്ന് പറയുമോ? പേഴ്സണാലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം പേഴ്സോണ എന്നത് മുഖംമൂടി എന്നാണ്. പ്രസന്റിങ് വെൽ. നമ്മളൊരാൾ പോകുന്ന സമയത്ത് ഹൗ ഡു യു പ്രസന്റ് ദംസെൽസ്. മീനിങ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പുറത്തു വരുമ്പോൾ ഇറ്റ്സ് ഫിസിക്കൽ അപ്പിയറൻസ്. നല്ല പേഴ്സണാലിറ്റി സാധാരണ ഒരാൾക്ക് തോന്നുമ്പോൾ എന്താണ് പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ കാണാൻ ഫിസിക്കലി യു ഹാവ് ടു ബി അപ്പിയറൻറ്റ്. അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇമോഷണലി യു മസ്റ്റ് ബി ഏബിൾ ടു ഇന്ററാക്ട് വെൽ. അപ്പോൾ ഫസ്റ്റ് അപ്പിയറൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൗ ഡു ദേ റിയാക്ട് ടു. സോ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ഇതൊക്കെയാണ് പേഴ്സണാലിറ്റി. പക്ഷെ നല്ല ഭംഗിയുണ്ട്, നന്നായിട്ട് എല്ലാവരോടും പെരുമാറാനും പറ്റും, പക്ഷെ അയാൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് ഹി ഡസന്റ് ഹാവ് ഗുഡ് പേഴ്സണാലിറ്റി. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ എബിലിറ്റിയാണ്. ഹി മസ്റ്റ് ബി എ പേഴ്സൺ. അപ്പൊ നമ്മൾ ആരെങ്കിലുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നല്ല ലാംഗ്വേജ് ഉണ്ടായിട്ട് കാര്യമില്ല. അതിനേക്കാളും കൂടുതൽ അത്യാവശ്യമായിട്ട് വേണ്ടത് പിന്നെ നോളജാണ്. Therefore you have to be good in your brain. ഇന്റലക്ച്വൽ എബിലിറ്റിയാണ് അടുത്ത പേഴ്സണാലിറ്റിയുടെ ഫാക്ടർ. അപ്പൊ ഇതൊക്കെയുള്ള ആൾക്കാരുണ്ടാവും. പക്ഷെ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നാലേ ഞാൻ സംസാരിക്കുള്ളൂ. ഐ വിൽ നോട്ട് ഗോ ആൻഡ് ടോക്ക് ടു സംബഡി. സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉള്ളവരുണ്ട്. പലരും നല്ല നോളജ് ഉള്ളവരുണ്ട്. ബട്ട് ദേ ഡോണ്ട് വാണ്ട് ടു പ്രസന്റ്. ബട്ട് ദേ ഹാവ് ടു ബി പുഷ്ഡ് ഫോർവേഡ്. ഒരു ഇനീഷ്യേറ്റീവ് ഇല്ല, ആറ്റിറ്റ്യൂഡ് ഇല്ല. ഇതുള്ളതാണ് പേഴ്സണാലിറ്റി. അതിന്റെ ഫാക്ടർ അതാണ്. അതിനെയാണ് സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത്. So personality becomes a social skill. ഈ കുറേ ഫാക്ടേഴ്സ് ഇതൊക്കെ കഴിഞ്ഞ് ഏറ്റവും എക്സ്ട്രീം ലെവലിൽ ഹയസ്റ്റ് ലെവലിൽ എത്തുമ്പോഴാണ് നമ്മൾ അതിനെ സ്പിരിച്വൽ എബിലിറ്റി. അപ്പോൾ ദാറ്റ് വാസ് എ ഫിസിക്കൽ പാരാമീറ്റർ ഇൻ ദ ബിഗിനിങ്. പിന്നെ ഇമോഷണൽ IQ മാത്രം ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കമ്പനികളിൽ ജോലി ചെയ്യാൻ IQ മതി എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ട്. അപ്പോഴാണ് പിന്നെ മനസ്സിലായത് നല്ല ബുദ്ധികളാണ്, ബട്ട് ഹി വോണ്ട് ഇന്ററാക്ട് വിത്ത് പീപ്പിൾ, ഹി വിൽ നോട്ട് ബി ഏബിൾ ടു പ്രസന്റ് സംതിങ്. അപ്പോൾ ഈ ഫാക്ടറും കൂടി വേണം. So personality is, as far as I am concerned, it's physical, emotional, intellectual, social, spiritual development. ഈ എല്ലാം കൂടിയുള്ളതാണ് ഒരു മനുഷ്യന്റെ. എല്ലാം കൂടെ ഇൻവോൾവ് ആവുന്നതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഡോക്ടർ, നമുക്ക് എങ്ങനെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യേണ്ടത്? ഒന്ന്, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഫ് യു ഹാവ് ഗുഡ് ആറ്റിറ്റ്യൂഡ് ആൻഡ് യു ഹാവ് എ ഗുഡ് എൻവയോൺമെന്റ്, നമുക്ക് കുറേയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ, അയാൾക്ക് എൻവയോൺമെന്റ് കിട്ടിയില്ലെങ്കിലും എൻവയോൺമെന്റുള്ള സ്ഥലത്തേക്ക് അയാൾ തപ്പി കണ്ടുപിടിച്ച് പോകും. അപ്പൊ സ്കിൽ അത്യാവശ്യമാണ് ഏത് കാര്യം പെർഫോം ചെയ്യാൻ. ആ സ്കിൽ ഇല്ലെങ്കിലും ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ സ്കിൽ ഉണ്ടാവും. അപ്പൊ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു പാരാമീറ്റർ ആറ്റിറ്റ്യൂഡാണ്. Assume I have an attitude for swimming and I don't know swimming, I will start learning swimming. എനിക്ക് സ്വിമ്മിംഗ് പൂൾ വേണം. സ്വിമ്മിംഗ് പൂൾ ഇല്ലെങ്കിലും ഞാൻ സ്വിമ്മിംഗ് ഉള്ള സ്ഥലം കണ്ടുപിടിച്ചോളൂ. അപ്പൊ അത്യാവശ്യമായിട്ട് വേണ്ടത് ആറ്റിറ്റ്യൂഡ് സെറ്റ് ചെയ്യണം. പേഴ്സണാലിറ്റിയുടെ മെയിൻ ഭാഗം ആറ്റിറ്റ്യൂഡാണ്. നമുക്ക് പിന്നെ അത് നല്ല പോലെ ഡെവലപ്പ് ചെയ്തെടുക്കാം. അതിന് ലേസിനെസ് ഉണ്ടാവാൻ പാടില്ല. ഐ മസ്റ്റ് ബി റെഡി ടു വർക്ക്. മിക്കവാറും ജനങ്ങളുടെ ഒരു കുഴപ്പം ദേ ആർ ലേസി. അപ്പൊ അവർക്ക് എപ്പോഴും അവർ ഫീൽ ചെയ്യും ലൈഫ് ഇസ് ദിസ് മച്ച്, ഇതിനെക്കാളും നന്നായിട്ട് എനിക്ക് ലൈഫ് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അത് പോരാ എന്ന് തോന്നുന്നത്. അപ്പൊ ആറ്റിറ്റ്യൂഡ് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ആസ്പിറേഷനാണ്. ഇത് പോരാ എന്നുള്ളൊരു ധാരണ മലയാളികളുടെ പ്രത്യേകിച്ചും ഉള്ളൊരു ഇതൊക്കെ മതി ജീവിക്കാൻ എന്നുള്ളൊരു തോന്നൽ. അതിൽ നിന്നും ജമ്പ് ചെയ്ത് പുറത്തു വരാനില്ല. ഉദ്യമം, സാഹസം, ധൈര്യം, ബുദ്ധിശക്തി, പരാക്രമം, ഷഹേരി എത്ര വർത്തന്റെ ദൈവം തത്ര പ്രകാശം. പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കും എനിക്കിത് ചെയ്യണം ചെയ്യണം ചെയ്യണം. പക്ഷെ അത് ഉണ്ടാക്കാനില്ല. ഉദ്യമം എന്ന് പറഞ്ഞ പ്ലാനിങ് ആണ്, അത് ഉണ്ടാക്കാനില്ല. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സാഹസം. സാഹസം ഏറ്റെടുക്കാൻ തയ്യാറാവും. ആ കംഫർട്ട് ലെവലിൽ നിന്നും അൺകംഫർട്ട് ലെവലിലേക്ക് പോകണം. എനിക്ക് അറിയാൻ വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് നമ്മൾ കുറച്ച് നാൾ മുന്നേ വരെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. അപ്പം ഫോർ ദി ലാസ്റ്റ് 10 years പെട്ടെന്ന് ഡെവലപ്ഡ്. അത് എന്തുകൊണ്ടാണ്?
കൾച്ചറൽ ഡിഫറൻസ് ആണ്. രണ്ടാമത് ഇപ്പോ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് പ്രസന്റേഷൻ, അപ്പിയറൻസ്, അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കൂടി നമ്മളെ ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ വെസ്റ്റേണേഴ്സ്. പണ്ട് കാലത്ത് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ലാർജ് ഫാമിലി സെറ്റപ്പ്, എവരിഡേ ദേ ഹാവ് ടു മിങ്കിൾ വിത്ത് പീപ്പിൾ. ഇന്നത്തെ പ്രൊഫഷനിലും അത്യാവശ്യമായിട്ട് വേണ്ടത് പലപ്പോഴും നമ്മളെ ബാക്കിയുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് അത്യാവശ്യമായിട്ടുള്ളതാണ്. പണ്ട് സ്കില്ലിനായിരുന്നു പ്രാധാന്യം. പണ്ട് വിചാരിച്ചിരുന്നത് ഒരു മനുഷ്യൻ നല്ല സ്കിൽ ഉണ്ടെങ്കിൽ ഈ ക്യാൻ ഡു മെനി തിങ്സ്. ഇന്നത് പോലെ ഇന്ന് നല്ല ആറ്റിറ്റ്യൂഡ് കൂടി ഉണ്ടെങ്കിൽ സ്കിൽ ഉപയോഗിക്കുള്ളൂ. ഒന്ന് ലോകത്തിലെ ലൈഫിലുണ്ടായിട്ടുള്ള ചേഞ്ചുകൾ, അതാണ് മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. പണ്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന കുറച്ചു പേര് മാത്രം ഈ ലോകത്ത് നന്നായിട്ട് വന്നിട്ടുള്ളതാണ്. ഇപ്പൊ നമുക്ക് കാണാം പലർക്കും പല കഴിവുകളും പുറത്ത് കാണിക്കാനുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. സോ വി ആർ നോട്ട് ടു മെനി പീപ്പിൾ ഔട്ട്സൈഡ്, ഓർ വി നോ മെനി പീപ്പിൾ ഔട്ട്സൈഡ്. പണ്ടൊക്കെ ഇല്ല. അവരുടെ ലോകം തന്നെ ചെറിയ ഗ്രാമങ്ങൾ മാത്രമായിരുന്നു. അപ്പൊ അതുകൊണ്ടുള്ള കുറെ ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ ഡോക്ടർ, ഇപ്പം ഒരാളുടെ വ്യക്തിത്വം എങ്ങനെയാണ് ജീവിതത്തിലെ വിജയം കൊണ്ടുവരുന്നത്? ആദ്യം വേണ്ടത് എ പേഴ്സൺ ഹാസ് ടു ബിക്കം അൺസാറ്റിസ്ഫൈഡ് എന്നാണ്. സാധാരണ എല്ലാവരും പറയാൻ സാറ്റിസ്ഫൈഡ് ആവണമെന്നാണ്. പക്ഷെ ഞാൻ പറയുന്നത് എല്ലാവരും അൺസാറ്റിസ്ഫൈഡ് ആവണം. കാരണം അൺസാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മയാണ് മനുഷ്യനെ ചിന്തിപ്പിക്കുക. ആ ചിന്ത വരുന്ന സമയത്ത് ഹൗ ടു എക്വയർ ദാറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോഴാണ് ആസ്പിറേഷൻസ് കൂടുക. അപ്പൊ ലോകത്തെ കാണും, വ്യത്യസ്തമായ തുറകളെ കുറിച്ച് പഠിക്കുക. നമുക്ക് എന്താണോ അറിവ് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ആസ്പിറേഷൻസ് മാറുക. We become unsatisfied when we know that there is somebody else much better than us. നമ്മളെക്കാളും നല്ല കുറെ ആൾക്കാരുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം വരുമ്പോൾ അൺസാറ്റിസ്ഫൈഡ് ആണോ. ബട്ട് ജനറലി പീപ്പിൾ കൺസിഡർ അൺസാറ്റിസ്ഫാക്ഷൻ ആണ് അൺഹാപ്പിനെസ് എന്നൊരു തോന്നൽ. അങ്ങനെയല്ല, ഐ മസ്റ്റ് ബി ഹാപ്പി. ഇപ്പൊ ഇത് ഞാൻ പെർഫോം ചെയ്യുന്നത് പോലെ പെർഫോം ചെയ്താലും ഞാൻ ഹാപ്പി ആവാം. പക്ഷെ ഇത് പോരാ, ഇനിയും നന്നാക്കണം എന്നൊരു തോന്നലും കൂടി എനിക്കുണ്ടാവും. അവിടെയാണ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദ ബേസിക് റിക്വയർമെന്റ് ഇസ് you must get unsatisfied. ഇത് പോരാ, ഇതിലും കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റും. ലൈഫ് എന്ന് പറയുന്നത് ലേണിംഗ്, ഏർണിംഗ്, ബിക്കമിങ് ഫേമസ് ഈസ് വാട്ട് ഇസ് ലൈഫ്. അപ്പൊ ഓരോ ദിവസവും പുതിയതായിട്ട് പഠിക്കാനുണ്ട്, അത് പഠിച്ചുകൊണ്ടേയിരിക്കണം. മണി, when you gain money, that's not enough. You must get more money. And fame അതാണ്. Nobody can become famous throughout their life statically. അത് എല്ലാ ദിവസവും ബ്രഷപ്പ് ചെയ്യേണ്ട ഒരു സാധനമാണ്. ഇതും അത്യാവശ്യം. അപ്പൊ അതിനുവേണ്ടി സസ്റ്റെയിൻ ചെയ്ത് ജീവിക്കണമെങ്കിൽ ആ ഫെയിം എന്ന് പറഞ്ഞാൽ I'm not talking about celebrities എന്നുള്ളത്. ഈവൻ within your family you must have that recognition. അതെല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്, ചെറിയ കുട്ടി മുതൽ ഏറ്റവും വലിയ ആൾക്കാർ. ഈ 3 ക്യാരക്ടേഴ്സ്, ദാറ്റ് ഈസ് വാട്ട് ഗിവ്സ് യു ഹാപ്പിനെസ്. അതല്ലാതെ വെറുതെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അത് ഫെയിം അല്ലെങ്കിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഒന്നുമില്ലെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുന്ന കുറെ ആൾക്കാർ, അതിൽ നിന്ന് മാറണം. അപ്പൊ everyone should aspire to gain knowledge. പിന്നെ everyone should aspire to make more money. Everyone should aspire to become famous. And then be happy, but never get satisfied. ഇതാണ് എന്റെ ബേസിക്. കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നതാണ്, ഈ ഏത് ഏജ് മുതലാണ് നമുക്ക് ഈ ഒരു നമ്മുടെ പേഴ്സണാലിറ്റി മാറ്റിയെടുക്കാൻ സാധിക്കുക? കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അത് ചെയ്യണോ, അതോ ഒരു മുതിർന്ന ഒരാൾക്കും അത് സാധിക്കുന്ന ഒരു കാര്യമാണ്? അതിനെക്കുറിച്ച് പറയാം. ശരിക്കും ജിജ്ഞാസ ഉള്ളവരാണ് എല്ലാ മനുഷ്യന്മാരും. കാരണം ചെറിയ കുട്ടികളെ വഴിയിൽ ഇരിക്കുമ്പോൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്നത് അതെന്താണ്, ഇതെന്താണ്, അതെന്താണ്, ഇതെന്താണ്. ഈ സ്വഭാവം ഇല്ലാതെ പോകുന്ന ഒരു സമയമാണ് ശരിക്കും പറഞ്ഞാൽ ടീനേജ് തുടങ്ങുന്ന സമയം. ഒരു 10ാം ക്ലാസ്സിലേക്ക് കുട്ടികൾ, അല്ലെങ്കിൽ 10 വയസ്സുള്ളവരെ കുട്ടികൾ വളരെ ആക്റ്റീവാണ് ലേണിംഗ്. ഒരു 12 വയസ്സ് വരെയൊക്കെ കുട്ടികൾ ആക്റ്റീവായിട്ട് കാണാൻ പോകും. അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കണം, അച്ഛനെടുത്തോ അമ്മയുടെ അടുത്തോ ടീച്ചേഴ്സിന്റെ അടുത്തോ ചോദ്യങ്ങൾ ചോദിക്കാൻ മടിയില്ല. കുറച്ച് കഴിയുന്ന സമയത്ത് ഫാമിലി തന്നെ റെസ്ട്രിക്ട് ചെയ്യും, അല്ലെങ്കിൽ അവനവന് തന്നെ അവരുടെ ടീനേജേഴ്സുമായിട്ട് തമ്മിലൊരു റെസ്ട്രിക്ഷൻ. അവൻ മനസ്സിലാക്കാൻ തുടങ്ങും അവന്റെ അച്ഛനും അമ്മയ്ക്കും ടീച്ചേഴ്സിനും ഒക്കെ അത്ര വിവരമില്ല, ഞാൻ ചോദിച്ചാൽ അതൊന്നും ആൻസർ പറയാനുള്ള കഴിവില്ല. അതുകൊണ്ട് ഹി ഡ്രോസ് ഹിംസെൽഫ് ബാക്ക്. അതാണ് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധം. ആ സമയത്താണ് അവരെ നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 7ാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്ക് ഇത്തരം പ്രസന്റേഷൻ സ്കിൽ. ഇപ്പൊ ചെറിയ കുട്ടികള് പാട്ട് പാടും പോലെ, അല്ലെങ്കിൽ പാട്ട് പാടും പോലെ എന്ന് പറഞ്ഞാൽ ഒട്ടനെ പാടും, ഡാൻസ് ചെയ്യാൻ ഒരു 6th 7th ക്ലാസ് കഴിയുമ്പോൾ പെട്ടെന്ന് ആ സമയത്താണ് അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അവരെ ഇതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ സാധാരണ എങ്ങനെയാണ് കുട്ടികള് ആ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് അവരുടെ ധാരണ എന്റെ ലോകം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ടീച്ചേഴ്സും മാത്രമാണ്. അതിൽ നിന്ന് മാറി എന്റെ ലോകം പുറത്താണെന്ന് അറിയുന്ന ഒരു അറിവ് ഈ സമയം, ആ സമയത്താണ് നമ്മൾ അവർക്ക് ഗൈഡൻസ് കൊടുക്കേണ്ടത്. അതുപോലെ കുട്ടികളെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ചില കുട്ടികളുണ്ട് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ആയിട്ട് പഠിക്കാൻ വളരെയധികം ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, ചിലവരുണ്ട്
ഒന്ന് എന്തെങ്കിലും വൈകല്യങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാവാം. വൈകല്യം ഇല്ലാത്തവരും ഇങ്ങനെ ഉണ്ടാവുന്നത് ഒന്ന് അവരുടെ എൻവിറോൺമെന്റ് അഗെയിൻ ദാറ്റ് നല്ലൊരു ഇൻഫ്ലുവൻസ് ആണ് വീട്ടിലുള്ള സിറ്റുവേഷൻ എങ്ങനെയാണ്. ആ സിറ്റുവേഷൻ നന്നാവുന്ന സമയത്ത് എല്ലാവരും പഠിക്കുന്ന ഒരു വീടാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പഠിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഒന്ന്. രണ്ടാമത് ഏതെങ്കിലും ഒരു തരത്തിൽ അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റിനെ ഹനിക്കുകയോ അല്ലെങ്കിൽ ഇതിന് ഇമ്പോർട്ടന്റ് അല്ല എന്ന് തോന്നുന്നതോ ഇതിനേക്കാളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരുടെ കമ്പനിയാണ്. നല്ല കമ്പനിയുള്ള കുട്ടികൾ, നല്ല പഠിക്കുന്ന കുട്ടികളുടെ കമ്പനിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ പഠിക്കാൻ തുടങ്ങും. പഠിക്കാത്തവരാണ് അവരുടെ കൂട്ടുകെട്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ പഠിക്കാതെ. നമ്മുടെ ഇതിഹാസങ്ങളിൽ പറഞ്ഞിട്ടുള്ള മഹാഭാരതത്തിന്റെ കഥ വളരെ എക്സാമ്പിളാണ്. 5 പാണ്ഡവന്മാരും നല്ല കൂട്ടുകെട്ടാണ്. അവരുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് കൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണന്റെ കൂട്ടുകെട്ട് കൊണ്ടാണ് പാണ്ഡവന്മാരായിരുന്നതാണ്. അതേസമയത്ത് കൗരവന്മാരുടെ കൂട്ടുകെട്ട് ശകുനിയാണ്. അപ്പൊ ആരാണോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ കൂട്ടുകെട്ടാണ് നമ്മുടെ എന്താവണം ഭാവിയിൽ നമ്മുടെ ക്യാരക്ടർ ബിൽഡിംഗ് അങ്ങനെയാണ്. അപ്പൊ നല്ല കൂട്ടുകെട്ട് ഇപ്പം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസോ IIT-യോ എയിംസോ അത്തരം നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എന്തുകൊണ്ട് നല്ലതാവും എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാണ്. അവിടുത്തെ ഫെസിലിറ്റി നല്ലതായതുകൊണ്ടല്ല. അപ്പൊ നല്ല കുട്ടികളുടെ അടുത്ത് മിക്കവാറും ഡിസ്കഷൻസ് വരിക ആ ഹയർ ലെവലിലുള്ളതാവും. യുവർ കമ്പനി ഡിസൈഡ്സ് യുവർ ക്യാരക്ടർ, കമ്പനി ഡിസൈഡ്സ് യുവർ മോട്ടിവേഷൻ, കമ്പനി ഈസ് ഹു ക്യാൻ മോട്ടിവേറ്റ് യു. നല്ല കൂട്ടുകെട്ടാണ്. അച്ഛനും അമ്മയും ശ്രദ്ധിക്കേണ്ടത് എന്റെ മക്കൾ നല്ല കൂട്ടുകെട്ടിലേക്ക് പോകും എന്നുള്ളതാണ്. ആ ശ്രദ്ധ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ നന്നാക്കാൻ പറ്റും. അത് ശരിയാണ്. കാരണം നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നല്ല കുട്ടികൾ പോകും. പക്ഷെ അതേ സമയത്ത് നല്ലപോലെ കാശ് കൊടുത്തിട്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർക്കുന്ന കുറെ പാരന്റ്സ് ഉണ്ട്. അങ്ങനെ ഡൊണേഷൻ മേടിച്ചു കൊടുക്കുന്ന പല സ്ഥലത്തും അങ്ങനെയൊക്കെ ഡൊണേഷൻ കൊടുക്കുന്ന സ്വാശ്രയത്തിലെ കുട്ടികളൊക്കെ മിക്കവാറും നമ്മുടെ കണ്ടിട്ടുള്ളത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നല്ല എന്ന് പറഞ്ഞാൽ കാശ് കൊടുത്ത് ചേർക്കുന്ന പല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ആ എൻവറോൺമെന്റ് മോശമായതുകൊണ്ട് എല്ലാവരും ഫെയിലിയർ ആവുന്ന സിറ്റുവേഷൻസ് കാണാം. ഇപ്പൊ നമ്മുടെ MBBS കോച്ചിങ് സെന്റർ കൊടുക്കുന്ന സ്ഥലത്ത് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് കുട്ടികൾ പറയാറുണ്ട്, ഈ ഇത് എൻട്രൻസ് പാസ്സായില്ലെങ്കിലും എന്തായാലും ഡൊണേഷൻ കൊടുത്തിട്ട് തന്നെ ഇന്ന സ്ഥലത്ത് ചേർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു നടക്കുന്ന 10 കുട്ടികളുടെ ഇടയിൽ ഒരു കുട്ടി പെട്ടുപോയാൽ ആ കുട്ടിയും ഇതേ ഗ്രൂപ്പിൽ പെട്ടുപോകും. അതാണ് ഇതിന്റെ കുഴപ്പം. കാശ് കൊടുത്തിട്ടാണ്. ഇപ്പൊ നല്ല പഠിക്കുന്ന കുട്ടികൾ ഇപ്പം ദുബായിൽ നല്ല പഠിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ബിസിനസ് ആണ്. കാരണം അവർക്ക് അവരുടെ കാണുന്ന എൻവറോൺമെന്റ് ഒക്കെ ബിസിനസ്സുകാരാണ്. ഇതാണ് വേറെ